ആലക്കോട് സെൻറ് മേരീസ് നഗർ റെസിഡൻഷ്യൽ അസോസിയേഷനിലെ സ്ത്രീകളുടെ കൂട്ടായ്മയായ ശ്രീജ്യോതി അംഗങ്ങൾ മാർച്ച് 8 വനിതാ ദിനം രസകരമായ കളികളിലൂടെയും കലാപരിപാടികളിലൂടെയും ആഘോഷിക്കുകയുണ്ടായി. ആദ്യമായി സാധനങ്ങളെ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്ന ഗെയിമാണ് കളിച്ചത്. അതിൽ 4 സാധനങ്ങൾ വെച്ചിരുന്നെങ്കിലും 4 ആർക്കും കറക്റ്റായിട്ട് ശരിയാക്കാൻ സാധിച്ചിരുന്നില്ല. എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷയോടുകൂടി സൂക്ഷ്മതയോടുകൂടി നീക്കി വയ്ക്കുമ്പോൾ അത് കണ്ടു നിൽക്കുന്നവർക്ക് ഒത്തിരി സന്തോഷവും ചിരിയും അടക്കാനാവാത്ത ഒരവസ്ഥയായിരുന്നു. ഏതായാലും ഈ കളിയിൽ തക്കാളി മാനം കാത്തു എന്ന് പറയാം. ആരെങ്കിലും സൈഡ് വഴി കണ്ട് ഇനി അതുപോലെ ചെയ്യണ്ട എന്ന് കരുതി 1-2 പേര് കളിച്ച് മാറിക്കഴിയുമ്പോൾ താഴെയുള്ള സാധനങ്ങളുടെ ഓർഡർ ഒന്ന് മാറ്റി വെക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. കളി ആസ്വദിച്ച് കണ്ടു നിൽക്കുന്നതിനിടയിൽ വീഡിയോ ഒക്കെ പിടിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് വീഡിയോ ഒക്കെ ഇടയ്ക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം 1-ാം റൗണ്ടിൽ 1-ൽ കൂടുതൽ സാധനങ്ങൾ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തവരുണ്ടായിരുന്നതിനാൽ രണ്ടാമതും കളിച്ച് അവരിൽ നിന്നും വിജയികളെ തിരഞ്ഞെടുത്തു. അപ്പം നമ്മുടെ ഇമ്മക്കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഇമ്മക്കുട്ടിയും ആദ്യ റൗണ്ടിൽ നന്നായിട്ട് കളിച്ചിരുന്നു. രസകരമായ ഈ കളികൾക്ക് ശേഷം ഹാറ്റ് പാസിംഗ് മത്സരമായിരുന്നു നടത്തിയത്. അതാണ് കളി. ഇതിലൊക്കാണ് വിസിലടിക്കുമ്പോൾ ഹാറ്റ് ആരുടെ കയ്യിലാണോ അല്ലെങ്കിൽ ആരുടെ തലയിലാണോ അവർ ഔട്ടാവുകയാണ് ചെയ്യുന്നത്. അവസാനം ഈ കളിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. രസകരമായിട്ടുള്ള ഒരു ഗെയിമായിരുന്നു. ഒരു കാര്യം ആക്ഷനിലൂടെ കാണിച്ച് പലരിലൂടെ കൈമാറി വന്നു കഴിയുമ്പോൾ അതിൻ്റെ അവസാനം എന്തായിരിക്കുമെന്ന് നോക്കാം. ഇവിടെ കൊടുത്ത വിഷയം ഭക്ഷണം കഴിച്ച് തൊണ്ടയിൽ കുടുങ്ങി ചത്തുപോയി എന്താ ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് തുടക്കത്തിൽ അതൊരു 2 പ്രാവശ്യം ആദ്യത്തെ ആൾക്ക് കാണിച്ചു കൊടുത്തിരുന്നു. ഇനി എങ്ങനെയാണെന്ന് നോക്കാം. ഏതായാലും തുടക്കത്തിൽ തന്നെ കളിക്കൊരു വഴിത്തിരിവുണ്ടായി. തൊണ്ടയിൽ കുടുങ്ങിയതും ചത്തുപോയതും ഒഴിവാക്കി ആകാശത്തേക്ക് കൈപോകുന്ന ഒരു ആക്ഷനും കൂടെ കൂടുതലായി വന്നു. ഇതിനിടയിൽ ചെറിയ പിടിക്കലും ശുതിജലം എവിടെ നിന്ന് വന്നതെന്ന് ഒന്നും പിടികിട്ടുന്നില്ല. ചെവിയെ പിടിക്കുന്നു, വണങ്ങുന്നു. ഇതിപ്പോൾ എന്താപ്പാ ഇവിടെ സംഭവിക്കും? ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങി ചത്തുപോയി എന്താ ചെയ്യുക എന്നുള്ളതിന് അവസാനം അതിൻ്റെ ആൻസറാണ് കിട്ടിയത്. 2 കൈയും മുഖത്തോട്ട് ചേർത്ത് പിടിച്ച് തലയാട്ടുക. സ്പീഡാണോ? കര കര കുളം കുളം കര 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 കുളം കര കുളം കര 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 കുളം കര കുളം കര കുളം 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 കര കുളം കര കുളം കുളം കര കര കുളം കര കുളം കര കുളം 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 കര കുളം കര കുളം കര കര കുളം കുളം കര കുളം കര കുളം കര കുളം കുളം കുളം
കര കുളം കര കുളം കര കുളം കുളം കര കുളം കുളം കര കുളം കര. ഏതായാലും അധികം താമസിയാതെ തന്നെ കുളത്തിൻ്റെയും കരയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമായി. അതിനുശേഷം നമ്മൾ 2 ഗ്രൂപ്പായി തിരിഞ്ഞ് അന്താക്ഷരി മത്സരം നടത്തി. ഏതായാലും അന്താക്ഷരി മത്സരത്തിൽ 2 ടീമുകളും കട്ടയ്ക്ക് മത്സരിച്ചു. ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഏതായാലും ഒരു കാര്യം മനസ്സിലായി, ശ്രീജ്യോതിയിലെ സ്ത്രീകൾക്കെല്ലാവർക്കും പഴയ ഗാനങ്ങളിലും പുതിയ ഗാനങ്ങളിലും സിനിമാ ഗാനങ്ങളിലും ആവശ്യത്തിലേറെ അറിവുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഏതായാലും എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ശ്രീജ്യോതിയുടെ പ്രസിഡൻറ്റ് ചിറപ്പുറം ലില്ലി ടീച്ചർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ടീച്ചർ ഏതായാലും അന്താക്ഷരി മത്സരത്തിൽ ആരെയും പിണക്കാതെ 2 കൂട്ടർക്കും ഒരുപോലെ തന്നെ സമ്മാനം തരാമെന്ന്. രസകരമായ മത്സര പരിപാടികൾക്ക് ശേഷം നമ്മളുടെ മീറ്റിംഗ് ആരംഭിച്ചു. ഞങ്ങളുടെ സെക്രട്ടറി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് എല്ലാ അംഗങ്ങൾക്കും വനിതാ ദിന ആശംസകൾ നേരുന്നു. നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിലേക്ക് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനായി പ്രസിഡന്റ് ലില്ലി ടീച്ചറെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി SMNRയുടെ മുൻ പ്രസിഡന്റ് ജോയി കുഴിപ്പാറയ്ക്കലിനെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ സ്ത്രീജ്യോതി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായി ലില്ലി ടീച്ചറെ ക്ഷണിക്കുന്നു. നന്ദി. മാർച്ച് 8 ഒരു പ്രത്യേക ദിനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. എന്തുകൊണ്ടാണ് അതൊരു പ്രത്യേക ദിനമായിരിക്കുന്നത്? അത് ലോക വനിതാ ദിനമായതുകൊണ്ടാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതെന്താണ് അതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ സ്ത്രീ ശാക്തീകരണമാണ് അതിൻ്റെ ലക്ഷ്യം. ഇന്നത്തെ പേപ്പറിൽ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾക്ക് സംരക്ഷണവും തുല്യ അവസരങ്ങളും നേടിക്കൊടുക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്, സമൂഹമാണ് ഇതിൻ്റെ കടമയാണ്. സമൂഹം അതിനുവേണ്ടി പ്രതിജ്ഞ എടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വനിതാ പ്രസ്ഥാനങ്ങൾ അല്ല വനിതാ കൂട്ടായ്മകൾ, പെൺകൂട്ടായ്മകൾ തീർച്ചയായും നാടിൻ്റെ ഭാവിക്ക് അത്യാവശ്യമാണെന്നുള്ളതിനൊരു ഉദാഹരണമാണ്. ഇപ്പോൾ കുടുംബശ്രീകൾ നിലവിലുണ്ട്. നമ്മൾ കുടുംബശ്രീകളെ ചിലർക്കൊക്കെ വളരെ ഒരു വലിയ വിലയില്ലാത്ത പുച്ഛത്തോടെയൊക്കെ നോക്കുക. പക്ഷേ ഈ കുടുംബശ്രീകൾ നമ്മുടെ സമൂഹത്തിനുണ്ടാക്കിയിട്ടുള്ള പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേടിക്കൊടുത്തിട്ടുള്ള ആ ശാക്തീകരണം അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിട്ടുള്ള എംപവർമെൻറ്റ് വളരെ വലുതാണ്. ഓരോ വർഷവും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ മോട്ടോ അല്ലെങ്കിൽ വനിതാ ദിനങ്ങളിൽ ഓരോ മോട്ടോ അല്ലെങ്കിൽ മുദ്രാവാക്യമുണ്ട്. ഈ പ്രാവശ്യത്തെ 25-ലെ ഈ മോട്ടോ അല്ലെങ്കിൽ മുദ്രാവാക്യം ഇങ്ങനെയാണ്: ആക്സിലറേഷൻ ആൻഡ് ആക്ഷൻ ആണ്. ആക്സിലറേഷൻ ആക്ഷൻ. അപ്പോൾ ആക്സിലറേഷൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ആക്ഷൻ ഫോർ ഹൂം ആൻഡ് ഫോർ വാട്ട്? ആക്ഷൻ ഫോർ ഗേൾസ് ആൻഡ് വിമൺ, ഫോർ ദ റൈറ്റ്സ്, എംപവർമെൻറ്റ് ആൻഡ് ഇക്വാലിറ്റി. അതാണ് ഉദ്ദേശിക്കുന്നത്. ടീച്ചറിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം നമ്മുടെ SMNRയുടെ മുൻ പ്രസിഡന്റ് ശ്രീ ജോയി കുഴിപ്പാറയ്ക്കൽ ആശംസകൾ നേർന്ന് സംസാരിക്കുന്നു. ഇന്ന് ലോക വനിതാ ദിനമാണ്. ആ വനിതാ ദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ സെൻറ്റ് മേരീസ് നഗർ റെസിഡൻസ് അസോസിയേഷനിലെ സ്ത്രീ ജനങ്ങൾ, ഞാൻ വിചാരിക്കുന്നു മറ്റ് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ സ്ത്രീ സമൂഹങ്ങളെക്കാളും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആളുകളാണ്. കാരണം ഇവിടുത്തെ പുരുഷന്മാർ വളരെ വലിയ ആൾക്കാരും. ജോയിച്ചേട്ടൻ സ്വതസിദ്ധമായ ശൈലിയിൽ രസകരമായ രീതിയിൽ വനിതാ ദിനത്തിൻ്റെ സന്ദേശം നൽകുകയും ഇത്തരം പരിപാടികളൊക്കെ കണ്ടക്ട് ചെയ്യുവാനായിട്ട് മുൻകൈ എടുത്ത നമ്മുടെ ടീച്ചറിനെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും നമ്മളെ എല്ലാവരെയും ഒത്തിരി പ്രശംസിക്കുകയും ചെയ്തു. ശേഷം പലരും ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും പാട്ടുകൾ പാടുകയും നാടൻ പാട്ടുകൾ, പിന്നെ കുഞ്ഞു കുട്ടികൾ അവരുടേതായ ശൈലിയിലുള്ള പാട്ടുകളും എല്ലാം വളരെ മനോഹരമായിരുന്നു. ഒരു പരിപാടി കഴിഞ്ഞ് ഓടിയെത്തിയ ജെസ്സി മിസ് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു.
അപ്പൊ ആ ഒരു ട്രെയിനർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ സ്ത്രീ സമത്വത്തിന് വേണ്ടി പിന്നെ എന്തിനാ നിങ്ങൾ സ്ത്രീ സമത്വം ആഗ്രഹിക്കുന്നത് എന്നുള്ള ആ ഒരു ടോപ്പിക്കിലേക്ക് എത്തിച്ചു അയാൾ ഞങ്ങളെ എല്ലാവരെയും. കാരണം എല്ലാ കാര്യത്തിലും ബ്രെയിനിന്റെ രൂപകൽപ്പന വരെ പുരുഷന്മാര് അത് മാത്രമാണ് അയാൾ പറഞ്ഞതിൽ ഒരു വ്യത്യസ്തമായിട്ട് പറഞ്ഞത്. അവസാനം സ്ത്രീകൾ വിട്ടുകൊടുക്കുമോ? അപ്പൊ പറഞ്ഞു ബ്രെയിനിന്റെ ആ വലിപ്പം മാത്രം ഒരു 8% പുരുഷന്മാരുടെ ബ്രെയിനാണ് നമ്മുടെ സ്ത്രീകളുടെ ബ്രെയിനേക്കാൾ വലിപ്പത്തില്, ബുദ്ധിയിലും ചിന്തയിലും അല്ലെന്ന് പറഞ്ഞു. സ്ത്രീകൾ വിട്ടുകൊടുത്തില്ല. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി. ഇതൊക്കെ കണ്ടും കേട്ടും ആസ്വദിച്ചിരിക്കുന്നതിനിടയിൽ പലതും വീഡിയോ പിടിക്കുവാൻ മറന്നു. റോസ്മേരി ടീച്ചർ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആശംസകൾ നേർന്നു. ഈ അവസരത്തിൽ ഇന്ദിരാഗാന്ധി പറഞ്ഞൊരു കോട്ട്, ഒരു വാക്യം ഞാൻ ഓർക്കുകയാണ്. സ്ത്രീ ഒരു പൂർണ്ണ വൃത്തമാണ്, സൃഷ്ടിക്കാനും വളർത്താനും പരിവർത്തനം ചെയ്യാനുമുള്ള ശക്തി അവൾക്കുണ്ട്. അപ്പോൾ നമ്മൾക്കെല്ലാവർക്കും അതിനുള്ള കഴിവ്, സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്, അതുപോലെ പരിവർത്തനം ചെയ്യാനുള്ള കഴിവുണ്ട്. അതൊക്കെ നമ്മൾ സമൂഹനന്മയ്ക്കായിട്ട് ഉപയോഗിക്കാൻ കഴിയട്ടെ. എല്ലാവർക്കും വനിതാ ദിനത്തിൻ്റെ തുടർന്ന് ഞങ്ങളുടെ പ്രസിഡന്റ് ലില്ലി ടീച്ചറും എക്സിക്യൂട്ടീവ് അംഗങ്ങളും ചേർന്ന് വനിതാ ദിനത്തിൻ്റെ കേക്ക് കട്ട് ചെയ്തു. ഈ വനിതാ ദിനം ഒത്തിരി മനോഹരമാക്കി തീർക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും സഹായിച്ചത് എന്ന് പറയാം നമ്മളുടെ കുടുംബങ്ങളിലുള്ള കുടുംബനാഥന്മാർ തന്നെയാണ്. SMNRയുടെ എല്ലാ കുടുംബനാഥന്മാർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. കാരണം അവർ പറഞ്ഞു വിടുന്നത് കൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ പോകുവാനും ഒന്നിച്ചു കൂടുവാനും സന്തോഷിക്കുവാനും സാധിക്കുന്നത്. SMNRA നമുക്ക് വേണ്ടിയിട്ട്, വനിതകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഫുഡും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും നോയമ്പായതുകൊണ്ട് വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു എന്ന് മാത്രം. എങ്കിലും എല്ലാവരും കഴിച്ച് സന്തോഷത്തോടു കൂടി പിരിഞ്ഞു.